ഹലോ! ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രബോസ് എന്ന ആ ഒരു ദുഷ്ടൻ്റെ മുന്നിൽ അറിയാതെ പെട്ട് പോയിരിക്കുവാണ് നമ്മുടെ കുട്ടി സത്യയും പപ്പിമോളും. നമ്മുടെ സത്യമോൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ചന്ദ്രബോസ് ഒരിക്കലും പോലീസ് എന്ന് പോയിട്ട് ഒരു മനുഷ്യൻ എന്ന ഗണത്തിൽ പോലും പെടുത്താൻ പറ്റാത്തൊരു ജന്മമായതുകൊണ്ട് അത് അവരെ ഒരിക്കലും നേരിട്ടില്ലാത്തൊരു അനുഭവമാണ് ഇന്ന് അവർക്ക് കിട്ടുന്നത്. കാരണം ആ ഒരു പടത്തിന് വേണ്ടി അവർ എത്ര കുഞ്ഞുങ്ങളായിട്ട് അവർ കെഞ്ചിയിട്ട് പോലും അതിന് ചെവി കൊണ്ടില്ല എന്നുള്ള ഭാവത്തിനകത്തിരിക്കുന്ന ചന്ദ്രബോസും ആ പടത്തിനെ വലിച്ചു കീറി ചുരുട്ടി എറിഞ്ഞ് അത് കൊടുക്കത്തില്ല എന്ന വാശിയാൽ നിൽക്കുന്ന ചന്ദ്രബോസും അതിനു വേണ്ടി കെഞ്ചുന്ന പിള്ളേരും ഇത് നോക്കി നിൽക്കുന്ന മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ അതുപോലെ ആർട്ടിസ്റ്റും ഭയങ്കര സങ്കടത്തോട് നോക്കി നിൽക്കുന്നു. കാരണം അത്രയും എഫേർട്ട് എടുത്ത് വരച്ചാണ് ആ കുട്ടികളുടെ ആ ഒരു സങ്കടം കണ്ടിട്ട് വരച്ചു കൊടുത്തത്. എന്നിട്ട് പോലും ഇങ്ങനെ ഇയാൾ കാണിച്ചിട്ടോന്ന് വന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഈ പിള്ളേർക്ക് ഇത് കിട്ടത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പോലീസ് സ്റ്റേഷനെന്ന് മനസ്സിലാകാതെ ഇതെന്താ കിൻഡർ ഗാർഡൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ചന്ദ്രബോസ് ബാക്കിയുള്ള പോലീസുകാരുടെ കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് തട്ടി കയറുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പിള്ളേർക്ക് എന്തോ ചെയ്യണമെന്ന് പോലും അറിയാത്ത രീതിയിൽ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ഇവിടെ സത്യഭാമ വീട് കാണിക്കുന്നു. സത്യഭാമയുടെ വീട് കാണിക്കുന്നുണ്ട്. അവിടെ രാഘവേട്ട ഇരിക്കുന്നു. വിഷ്ണു ആലോചിച്ചുണ്ട്. വിഷ്ണു സർവ്വസമയം ആലോചനയായിട്ട് തന്നെ നടക്കുവാണ്. വിഷ്ണു അവിടെ ഫിസിക്കലി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മെൻ്റലി വിഷ്ണു എപ്പോഴും ശാലിനിയെക്കുറിച്ച് ഇനി ആ ഉള്ള 2 ദിവസത്തെ ഡെഡ് ലൈനിനെക്കുറിച്ച് ആലോചിച്ച് തന്നെയാണ് വിഷ്ണു നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മുടെ രാഘവേട്ടൻ വിഷ്ണുവിനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം ആ മോൻ്റെ കാര്യത്തിൽ നിന്ന് അറിയാത്ത രീതിക്ക് സങ്കടത്തിനകത്തുണ്ട്. അപ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, മോനെ നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിൻ്റെ സങ്കടം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിൻ്റെ അമ്മയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ കല്യാണം നിനക്കറിയാം ഒരിക്കലും ശാലിനിയെ നിനക്ക് മറക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഈ അച്ഛന് മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലാവാനുള്ള വിവരവും ബോധമൊക്കെ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടേ. നിൻ്റെ അമ്മ താൻ പറയുന്ന തന്നെ വലിയ കാര്യം വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നേരെ നമ്മുടെ സത്യഭാമ കയറി വന്നത്. അപ്പോൾ രാഘവേട്ടൻ ഇതാണല്ലേ പണി, ചുമ്മാ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പിച്ച് കൊടുക്കുക അല്ലേ. അവളെക്കുറിച്ച് അങ്ങ് പറഞ്ഞ് കുറച്ചും കൂടെ അങ്ങ് കൊടുക്ക്. നിങ്ങൾക്കൊക്കെ എന്തോ അവളെ കൂടത്തരം തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൈവശം വല്ല തന്നിട്ടുണ്ടോ, അവളെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ സത്യാമ്മയടുത്ത് രാഘവേട്ടൻ ചൂടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മോനോ, നിൻ്റെ മാത്രം മോനോ, എൻ്റെയും കൂടെ മോനാണ്. കാരണം സത്യാമ്മ പറയുന്നത് എൻ്റെ മോൻ്റെ കാര്യം തീരുമാനിക്കേണ്ട ഞാനാണ്, ഞാൻ തീരുമാനിക്കുന്ന തീരുമാനമേ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ മാത്രം മോനല്ല, അവൻ എൻ്റെയും കൂടെ മോനാണ്, അതുകൊണ്ട് എനിക്ക് അവകാശമുണ്ട്. പിന്നെ ബാമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനെ ആരും കൈവശം തരണമെന്നൊന്നുമില്ല. ഒരാളുടെ നന്മ, ആ നന്മ കൊണ്ട് അത് പറയുന്തോറും മനസ്സിന് അത്രയ്ക്ക് സന്തോഷം കിട്ടും, കുളിർമ കിട്ടും. കേൾക്കുന്നവന് അതുപോലെ ചിലപ്പം അതെല്ലാം മറന്നിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ. അതുകൊണ്ട് നിനക്ക് ഒട്ടും മനസ്സിലാകത്തില്ല ബാമേ, അതുകൊണ്ട് നീ അതും പറഞ്ഞുകൊണ്ട് വരത്തില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ നടക്കത്തുള്ളൂ. 2 ദിവസം, ആ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അവളെ മനസ്സിൽ നിന്ന് ഇറക്കി കളഞ്ഞോണം. ഇവിടെ പിന്നെ അവളുടെ പേരാരും പറഞ്ഞ് ഞാൻ കേട്ടു പോകാൻ പാടില്ല എന്ന് സത്യഭാമ പറയുന്നതും രാഘവേട്ടൻ ഒരു പുച്ഛഭാവത്തിനകത്ത് അത് നോക്കി നിൽക്കുന്നതും. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഒരു ബെൽ വരുന്നുണ്ട്, അതായത് ഫോണിൻ്റെ റിങ് അടിക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ഹലോ ഉടനെ ഞാൻ ACP ചന്ദ്രബോസാണ്. അപ്പം വിഷ്ണു അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുമോ, ചന്ദ്രബോസോ, ചന്ദ്രബോസ് എന്ന് പറഞ്ഞാലും മനസ്സിലാവും, ACP എന്നൊന്നും പറയണമെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ സത്യഭാമേ, ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ACP എന്ന് കൂടെ ചേർത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അസൂയാന്നോ, നിന്നോടോ എനിക്കോ അസൂയോ, ഈ സത്യഭാമയ്ക്കോ, ഒരിക്കലുമില്ല. പിന്നെ ചന്ദ്രബോസേ, നീ എത്ര ഇതൊക്കെ പറഞ്ഞാലും നീ വെറും ചന്ദ്രബോസ് തന്നെ. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ സ്ഥാനം, ആ ഒരു സ്ഥാനം ACP എന്ന സ്ഥാനം എനിക്കുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സുഹിക്കാത്തതാണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു പറയും. പിന്നെ ഞാനൊന്ന് സംസാരിച്ച് മുഷിയാൻ വേണ്ടിയിട്ടൊന്നും വിളിച്ചില്ല, നിങ്ങളുടെ വീട്ടിലെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചത്. പരാതിയോ? ഇവിടുത്തെ വീട്ടിൻ്റെ കാര്യത്തെക്കുറിച്ചോ? അത് എന്ത് പരാതി? പരാതി തന്നിരിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ ഭാര്യ, വിഷ്ണുവിൻ്റെ ഭാര്യയായ ശാലിനിയെ കാണാനില്ല എന്നാണ് എനിക്കിവിടെ പരാതി കിട്ടിയിരിക്കുന്നത്. അപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്, അത് പ്രകാരം കേസെടുത്ത് അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നത്, ശാലിനിയെ കാണാനില്ല എന്ന് കേസ് കൊടുത്തിരുന്നോ? ഉടനെ എന്തോ കാര്യം രാഘവേട്ടൻ ചോദിക്കുന്നുണ്ട്. വിഷ്ണു കണ്ണുകൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത്, ശാലിനിയെ കാണുന്നില്ല എന്ന് ആരോ കേസ് കൊടുത്തിരിക്കുന്നത് പോലും. അതാ കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം മിസ്റ്റർ. കാരണം നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, നിങ്ങളുടെ ഡ്യൂട്ടി. ഞാനങ്ങനെ ഡ്യൂട്ടി ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ തൂത്ത് പെറുക്കി അവളെ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് തരും. അങ്ങനെ ഞാൻ ശാലിനിയെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു പണിയാവുമല്ലോ സത്യാമ്മ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് പ്രകാരം നിങ്ങൾ അന്വേഷിക്കും. പിന്നെ കംപ്ലയിൻറ്റ് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം കംപ്ലയിൻറ്റ് തന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളോ, അതിപ്പോൾ ആരാ ഈ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ തരാൻ വേണ്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് തന്നിരിക്കുന്നത്. അതാരെ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തി, അത് വേറെ ആരല്ല, നിങ്ങളുടെ കൊച്ചുമോള് പത്മിനി, പപ്പി. പപ്പിയോ? ഉടനെ വിഷ്ണു പപ്പിയുടെ പേര് കേട്ട് പപ്പി മോളോ?
വന്ന് എന്താണ് ചേച്ചിയമ്മയെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയമ്മയുടെ കുഞ്ഞിലത്തെ ഒരു ഫോട്ടോയും കൊണ്ട് വന്നിട്ട് അത് ഇപ്പം ചേച്ചിയമ്മ എങ്ങനെ ഇരിക്കണമെന്നൊക്കെ വരപ്പിച്ചെടുക്കാൻ വേണ്ടി വന്ന് കേസ് തന്നിരിക്കുവാണ്. എന്താണ് പപ്പി കേസ് എടുത്താലേ ഇവിടുന്ന് പോത്തോളൂ എന്ന് പറഞ്ഞിരിക്കുക. വേണമെങ്കിൽ വന്ന് തൂക്കിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വഭാവം അറിയാം, ഒന്നും ഞാൻ കേസ് എടുക്കും, നിങ്ങൾ ഇപ്പം വന്ന് പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ കേസ് എടുക്കാത്ത അങ്ങനെ അങ്ങ് വിടാമെന്ന് ചന്ദ്രബോസ് പറയുന്നു. കാരണം ചന്ദ്രബോസിന് ഇത് ഒരിക്കലും എന്താണ് കേസാക്കി എടുക്കാനോ അല്ലെങ്കിൽ ശാലിനിയെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ശാലിനി തന്നെയാണ് ഇവിടുത്തെ കളക്ടർ എന്ന് ചന്ദ്രബോസിന് അറിയാലോ. ഇതൊക്കെ സത്യഭാമ അറിഞ്ഞാൽ ശാലിനി വിഷ്ണു വീണ്ടും ഒന്നിക്കും, സുസ്മിതയുടെ പ്ലാനൊന്നും നടക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രാമ കളിക്കുകയാണ്. സത്യഭാമയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് സത്യഭാമ കൊല മുടിഞ്ഞു, വീട് നശിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ഈ കൊച്ചു തന്നെ പോയി ഇങ്ങനെ കേസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മാനം പോയില്ലേ. എന്താന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് രാവണ എന്നാൽ ഈ കുട്ടി ഇത് എന്ത് ഭാവിച്ചായിരിക്കുമെന്ന് വിഷ്ണുവിന് അപ്പോഴത്തേക്കും സങ്കടവും സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അമ്മ പോലും മനസ്സിലാക്കാത്ത എൻ്റെ മാനസിക വികാരം എന്താണ് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പപ്പിമോൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണ് ശാലിനി എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി അവളാൽ കഴിയുന്നത് അവളുടെ കഴിവിൻ്റെ അപ്പുറത്തോട്ടേക്ക് അവളത് ചെയ്യാൻ നിന്നില്ല എന്ന സന്തോഷം വിഷ്ണുവിനുണ്ട്. അപ്പം ബാ ഉടനെ നമുക്ക് കാർ എടുക്കാം, നമുക്ക് അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം രാഘവേട്ടൻ എന്നാൽ ഈ കൊച്ചിങ്ങനെ കാണിച്ചല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇവരെന്താണ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവർ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ് ചന്ദ്രബോസ് കണ്ണൊക്കെ ഉരുട്ടി പിള്ളേരെ പേടിപ്പിച്ച് വഴക്കൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുവാണ്. സത്യാമ്മ കയറി വന്നതും എന്താണ് നേരെ ചൊവ്വ എന്താണ് പപ്പിയെ വഴക്ക് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രബോസും വിഷ്ണു നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. വിഷ്ണുവിന് ചന്ദ്രബോസിനോടത്തുള്ള ദേഷ്യം, ചന്ദ്രബോസിന് എത്രയൊക്കെ ചന്ദ്രബോസ് വീര്യം കാണിക്കാൻ നോക്കിയാലും വിഷ്ണുവിൻ്റെ ഒരു കണ്ണ് പിരിക്കാൻ പൊക്കുന്നതിന് മുന്നേ ചന്ദ്രബോസിന് പിന്നെ വിലയില്ലാണ്ടാവും, ചന്ദ്രബോസിന് എത്ര വലിയ ആക്ഷൻസിനും. സോ അതുമായിട്ട് അവർ രണ്ടുപേരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ സത്യഭാമ എന്താണ് ഇവിടെ പപ്പിയെ വഴക്ക് പറഞ്ഞാൽ കൂടാതെ തന്നെ സത്യപ്പെടുത്തി നീ ആക്കി ഇവക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തല്ലേ. പപ്പി ഒരു വട്ടം നീ രക്ഷപ്പെടുത്തി തന്നു പറഞ്ഞിട്ട് പപ്പീനെ മൊത്തത്തിലങ്ങ് ഏറ്റെടുക്കല്ലേ. പപ്പിയെ നോക്കാൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുണ്ട്, അല്ലാതെ പപ്പിയുടെ മൊത്തത്തിനകത്തുള്ള അവകാശം മൊത്തം നീ ഏറ്റെടുക്കാൻ നിൻ്റെ അടുത്ത് ആരും ഉത്തരവാദിത്തം ഏൽപ്പിച്ചില്ല. കൊച്ചു പിള്ളേരെ പോലെ പെരുമാറണം, അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായോ നിനക്ക്? ഇനി ഇതാ പറയുന്നത്, സത്യാമ്മയുടെ വീട്ടിൽ കയറാൻ അർഹതയില്ലാത്തങ്ങളൊക്കെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീട്ടിൽ കയറാൻ അവകാശമോ അധികാരമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിനുള്ള അർഹത എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? ഈ പപ്പിയുടെ കൂട്ടുകാരി അല്ല എന്നെങ്കിൽ നിനക്ക് എപ്പോഴെങ്കിലും സത്യാമ്മയുടെ വീട്ടിൽ കയറാൻ എന്തെങ്കിലും ഒരു വില ഉണ്ടായിരിക്കും, നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സത്യയ്ക്ക് പാവം ഇതൊന്നും മനസ്സിലാവും. സത്യയ്ക്ക് സങ്കടമൊക്കെ വരുവാണ്. കാരണം സത്യാമ്മ ഇത്രയും വഴക്ക് പറയുന്നു. ഇവളെ ഇനി മേലെ കൺവെട്ടത്തിൽ കണ്ടുപോലും ഇനി ഒരിക്കൽ കൂടെ നീ ഇങ്ങനെ എങ്ങനെയെങ്കിലും പപ്പിയെ ചാടിപ്പിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നിൻ്റെ അവസാനമൊക്കെ ഇല്ല. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട, നിൻ്റെ പപ്പീനെ വഴക്ക് പറഞ്ഞ് സത്യനെ ഇഷ്ടംപോലെ വഴക്ക് പറഞ്ഞു. ഉടനെ വിഷ്ണു അമ്മേ ഇതെന്തോ ഈ കാണിക്കുന്നത്, അത് കൊച്ചു കുട്ടിയല്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്താണ് സത്യയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സത്യയ്ക്ക് എന്താണ് അപ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് എത്ര ബോൾഡായ സത്യയ്ക്കും സത്യാവയുടെ വഴക്കിനകത്ത് എങ്ങനെയാണോ പണ്ട് അമ്മ ശാലിനിക്ക് കരച്ചിൽ വരുന്നത് അതുപോലെ തന്നെ സത്യം എന്താണ് സങ്കടപ്പെടുവാണ്. അയ്യേ കരയുന്നോ മക്കളെ, ഇവന്മാരൊന്നും മുന്നിൽ വെച്ച് കരയാൻ പാടില്ല, അതും ഇതുപോലത്തെ കാട്ടാളന്മാരാ, ഇവൻ്റെ ഒന്നും മുന്നിൽ വെച്ച് കരയാനേ പാടില്ല. അതിന് ചന്ദ്രബോസ് ഒരുമാതിരി ആയിപ്പോകുന്നു. കാരണം വല്ലാണ്ടായിപ്പോകുന്നു. ഇവൻ എന്നെ കാട്ടാളൻ എന്നാണല്ലോ ഈ പിള്ളേരുടെ മുന്നിൽ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് നോക്കിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് എന്നാലും സത്യയ്ക്ക് എന്താണ് സങ്കടമുണ്ട്. അങ്ങനെ സത്യ സങ്കടപ്പെട്ട് നിൽക്കുന്നു. സത്യഭാമ എന്താണ് പപ്പിയെ ബാ നിന്നോടാ പറഞ്ഞ വരാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴത്തേക്ക് അവൾ ചിത്രം വരയ്ക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ അലച്ചോണ്ട് പോകുന്നു. എന്താണ് വിഷ്ണുവും എന്താണ് അതുപോലെ തന്നെ ചന്ദ്രബോസിനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് തിരിച്ചങ്ങ് പോകുവാണ്. പിന്നെ സത്യയെ ആര് കൊണ്ടുവിടുന്നു ഒന്നും കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഈ പോലീസുകാരെ എല്ലാം ചന്ദ്രബോസിനോട് ചോദിച്ചു, സാറേ ഈ ആരെയാണ് സാറേ അയാൾ കാട്ടാളെന്ന് വിളിച്ചത്? എടോ തന്നെയാണോ പറഞ്ഞത് കാട്ടാളെന്ന്? അല്ല പിന്നെ ഈ പിള്ളേരോടൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പോയി കഴിഞ്ഞാൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ കളി സംഭവമാണ്, തൊപ്പി ഊരിവെക്കേണ്ട കാര്യം. ഉടനെ ആ പോലീസുകാരൻ കേട്ടിട്ട് ഇപ്പം കുറ്റക്കാരെ മൊത്തം ഞാനായി, ഇദ്ദേഹമല്ലേ ഇത്രയും നേരം പിള്ളേരെ നിർത്തി പൊരിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അവർ ഇത്രയും പീഡിപ്പിച്ചു, എന്നിട്ട് പീഡനം മൊത്തം ഞാൻ ചെയ്തെന്നായിപ്പോയോ എന്നുള്ള രീതിക്കകത്ത് ഇയാൾ ചന്ദ്രബോസ് ബെൽറ്റ് മാറ്റിയതിനെ നോക്കിയിട്ട് മനസ്സിലാവാതെ നിൽക്കുന്ന ബാക്കിയുള്ള പോലീസുകാരും. പിന്നെ നേരെ കാണിക്കുന്നത് ശാലിനിയുടെ വീടാണ് കാണിക്കുന്നത്. ശാലിനിയുടെ വീട്ടിനകത്ത് ശാലിനി നിൽപ്പുണ്ട്. ശാലിനിയുടെ മുന്നിൽ തന്നെ കൈയും കെട്ടി എന്താണ് നമ്മുടെ കുട്ടി സത്യം നിൽക്കുവാണ്. ശാലിനി കാരണം സത്യ ചോദ്യം ചെയ്യുമോ, നിനക്ക് എന്താണ് ഇങ്ങനെ കേസ് കൊടുക്കാൻ? നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നോ? നിൻ്റെ പ്രായത്തിലൊന്നും എനിക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേട്ടാൽ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോഴാണ് ഉടനെ എന്താണ് ശാലിനിയുടെ അമ്മ പറയുന്നുണ്ട് എന്ന് ശാരദ പറഞ്ഞു, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ നിൻ്റെ കാര്യത്തിനെക്കുറിച്ചൊന്നും. കാരണം ശാലിനി എന്ത് ബോൾഡാന്നുള്ള കാര്യം അറിയാമല്ലോ, പണ്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോയ വ്യക്തിയല്ലേ, ആ വ്യക്തിയാണോ ഇന്ന് പോലീസിനെ പേടിയെന്നൊക്കെ പറയുന്നുള്ളതാണ്
ശാരദാമ്മ ആലോചിക്കുന്നത്. അതുപോലെ ശാരദാമ്മ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിനക്ക് എന്തിൻ്റെ ആവശ്യമാണ് പോലീസ് സ്റ്റേഷനിൽ കയറി കേസ് കൊടുക്കാനായിട്ട് പോകുന്നത്? ഇവിടെ ഞങ്ങൾ എന്താണ് പനംകുറ്റി പോലെ നിൽക്കുമല്ലേ? അപ്പോഴാണെന്ന് നിനക്ക് എന്താണ് ഈ കേസ് കൊടുക്കാൻ? നല്ലതോ ചീത്തോ എന്തിനും തന്നെ ഇറങ്ങിയാലും വീട്ടിലൊരു അക്ഷരം പറഞ്ഞിട്ട് പോകണമെന്നില്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിനാണ് കേസിന് പോകേണ്ട ആവശ്യമിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നു, അത് അമ്മേ എന്താണ് ശാലിനി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അത് അമ്മേ എന്താ പറയാനാ, ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, പപ്പിയുടെ എന്താണ് ചേച്ചിയമ്മ കാണാനില്ല. പപ്പിയുടെ ചേച്ചിയമ്മ കാണാനില്ല നിനക്ക് എന്താണ്? പപ്പി ചേച്ചിയമ്മ കാണാനില്ലാത്തതുകൊണ്ട് വിഷ്ണു അച്ഛന് ഭയങ്കര സങ്കടമാണ്, ബിഗ് ഫ്രണ്ടിന് ഭയങ്കര സങ്കടമാണെന്നാണ് പറഞ്ഞത്. അപ്പം ബിഗ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഫോട്ടോ ഒന്നുമില്ല ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം പിന്നെ എന്താണ് കുഞ്ഞിലത്തെ ഫോട്ടോയുള്ള ആ കുഞ്ഞിലത്തെ ഫോട്ടോ വെച്ച് ഇപ്പം ചേച്ചിയമ്മ എങ്ങനെ കാണുന്നു വരപ്പിച്ചെടുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ അല്ലാതെ വേറെ എങ്ങനെ കണ്ടുപിടിക്കാൻ അമ്മ അല്ലെങ്കിൽ അതിനൊരു മാർഗം പറഞ്ഞാ ഉടനെ ശതം പറഞ്ഞു. നീ പറഞ്ഞോട്, ചോദിക്കേണ്ട ചോദ്യം തന്നെ അമ്മോട് ചോദിച്ചിരിക്കുന്നു. നീ പറഞ്ഞോണ്ട് അമ്മേ വെറുതെ ഇതിൽ കയറി ഇടപെടല്ലേ എന്ന് ശാലിനി അമ്മയുടെ തിരിച്ച് പറയുന്നു. സത്യടുത്ത് ഉത്തരം പറയാനൊന്നുമില്ലാതെ തന്നെ ശാലിനി നിൽക്കുകയാണ്. പക്ഷേ എന്നാലും ശാലിനി എന്താണ് സത്യമോളെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇനി ഇങ്ങനത്തെ ഓരോ കാര്യത്തിന് ഇറങ്ങി തിരിക്കുന്നതിന് മുന്നേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നതൊക്കെ ചിന്തിക്കണം. അല്ലെങ്കിൽ ഞാനിവിടെ ഒരാളുണ്ട്, എൻ്റെ അടുത്ത് എങ്ങനെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നീ നല്ലതിന് പോയാലും ചീത്തയ്ക്ക് പോയാലും എന്താ നീ തീരുമാനിക്കുന്നുള്ള കാര്യം ഇവിടെ പറയണം. അല്ല നേരിട്ട് അങ്ങ് കയറി അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് ചെന്ന് കളയുമല്ല. നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യ കൈ കെട്ടി നിന്ന് ഇത് കേട്ട് നിൽക്കുന്നു. നോക്ക് ഇവക്ക് വല്ല പേടിയോ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുലുക്കോ ഇല്ലാതെ ആരെയും പേടിയില്ല എന്ന് വന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് സീരിയലിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ഇതായിരുന്നു കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും സീ കേരളത്തിൻ്റെ അവാർഡ് നൈറ്റൊക്കെ കണ്ടു വിചാരിക്കുന്നു. മമ്മൂട്ടിയുടെ വന്നിട്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്ണുവിന് അവാർഡ് കൊടുക്കുന്ന മമ്മൂട്ടിയാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ മിനി സ്ക്രീനിൽ മോഹൻലാലും നമ്മുടെ മെഗാ സ്ക്രീനിൽ മമ്മൂട്ടിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക്